എന്താണ് മീശ ശരിക്കും? മീശ പേര് പറയുന്ന പോലെ മീശ ആണുങ്ങൾക്കാണല്ലോ ഉള്ളത്. അപ്പോൾ അതൊരു ആണുങ്ങളുടെ കുറിച്ചുള്ള സിനിമയാണ്. ആണുങ്ങളുടെ സൗഹൃദത്തിലുണ്ടാകുന്ന ഇഷ്യൂസ്, അവരുടെ ട്രസ്റ്റ് ഇഷ്യൂസ്. ഈ പറഞ്ഞ പോലെ ഇപ്പോൾ ഡയറക്ടറുടെ പറഞ്ഞനുസരിച്ച് ഈ കാട് എന്നൊക്കെ പറയുന്നത് ഒരു വന്യമായിട്ടുള്ള ഒരു ഏരിയ ആണല്ലോ. അപ്പം അങ്ങനത്തെ ഈ പുരുഷന്മാർക്കുള്ളിലുള്ള ഈ ഒരു വന്യത, വേട്ടക്കാരൻ, അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്തിട്ടും കൂടെ ഉള്ള ഒരു കഥയാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും ഇത് വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന, വളരെ ഒരു കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള നല്ല സിനിമയായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കൂടുതൽ ഇരിക്കുമ്പോൾ സാർ ഓൾറെഡി പറഞ്ഞു ആണുങ്ങളുടെ ഒരു മെന്റൽ ഹെൽത്തും മറ്റു കാര്യങ്ങളാണ്, പക്ഷെ ഒരു പെൺകുട്ടി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഈ സിനിമയിൽ എന്താ കാര്യമെന്ന് ഞാൻ ചോദിച്ചാൽ എന്ത് പറയും? ഈ കൂട്ടത്തില് ഈ സിനിമയിൽ മീശ ഇല്ലാത്ത ഏക വ്യക്തി ഞാനായിരിക്കും. ഇവർക്ക് രണ്ടുപേർക്കും മീശയില്ല. ക്യാരക്ടർ എന്താണ് ഇതില്? ഇത് പറഞ്ഞ പോലെ ഫുൾ മെയിൽ ഓറിയന്റഡ് ആണ്. അപ്പം അതിലൊരു ഒള്ളി ഫീമെയിൽ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. രണ്ട് ഹക്കീമിന്റെയും ഖദറിന്റെയും അവർ റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ കൂടെയുള്ള ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ്. ഞാൻ ആക്ച്വലി എനിക്ക് ഉണ്ണിലാലായിട്ടും സുധിച്ചേട്ടനായിട്ടും കോമ്പിനേഷൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇന്റർവ്യൂലുണ്ട്, അത്രേ ഉള്ളൂ. പിന്നെ ജിയോ ചേട്ടൻ ഉണ്ടായിരുന്നു, പക്ഷെ റെയർ ആയിട്ടാണ് അങ്ങനെ. മേ ബി ലൈക്ക് വൈറ്റ് ഷോട്ടൊക്കെ ആയിട്ട് എവിടെയെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൂ. കോമ്പിനേഷനിലെങ്കിലും ഞാൻ എപ്പോഴും ഉണ്ടായിരുന്നില്ലേ? സെറ്റിൽ ഉണ്ടാവാറുണ്ട്. ട്രോളാനായിട്ടും കളിയാക്കാനായിട്ടും എല്ലാ ദിവസവും അവിടെ ചെല്ലുമെന്ന് എല്ലാ ദിവസവും ഉണ്ടാവാറുണ്ട്. എനിക്ക് മോസ്റ്റ്ലി കോമ്പിനേഷൻ ഉള്ളത് ഹക്കീമും ഖദീറായിട്ടാണ്. പക്ഷെ എല്ലാവരും വാസ് റിയലി സ്വീറ്റ് ടു മീ. ഭയങ്കര നൈസ് ആയിരുന്നു, ഫ്രണ്ട്ലി ആയിരുന്നു, ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഉണ്ണി ജിയോ സാറിന്റെ മുമ്പത്തെ പടത്തിലുണ്ടായിരുന്നു അല്ലെ? ഫ്രീഡം ഫൈറ്റില് ഉണ്ടായിരുന്നു. സാറിന്റെ സിനിമയാണത്. എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ? ഈ സിനിമയിലേക്ക് വരുമ്പോ എന്താ പറയാനായിട്ടുള്ളത്? ചോദിച്ചു വന്നതാണ്. അല്ല, ചാൻസ് ചോദിക്കും. നമുക്ക് ചാൻസ് ചോദിക്കും. അതൊന്നും പടങ്ങൾ കിട്ടാനുള്ള ഒരു ലെവലിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. എന്തോ പൊട്ടിയും തോന്നും, കുഴപ്പമില്ല. അപ്പം നമ്മൾ എത്തിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ചാൻസ് ചോദിച്ചുകൊണ്ടായിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ ജോസഫ് ഏട്ടൻ ആഡ് കാണുന്നത് ഞങ്ങളൊരു ആഡ് ചെയ്തായിരുന്നു. ഒരു പരസ്യം ചെയ്തപ്പോൾ നമ്മൾ പുള്ളിനെ പരിചയപ്പെടുന്നതും പിന്നെ പുള്ളിയായിട്ടുള്ളൊരു കോൺടാക്റ്റും ഉണ്ട്. അങ്ങനെ പുള്ളി ഇങ്ങനെ പടം ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതിനു മുമ്പ് പുള്ളി ഒരു പടം അനൗൺസ് ചെയ്തായിരുന്നു അല്ലേ? ഒരു വേറെ പടം അനൗൺസ് ചെയ്തായിരുന്നു. അത് കോവിഡ് ആ സമയത്ത് എന്തോ പിന്നെ നടന്നില്ല. ആ പടത്തിൽ ഓൾറെഡി ഞാൻ ചാൻസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയില്ല. ആ പടം പിന്നെ നടന്നുമില്ല. അപ്പോൾ ഈ പടത്തിൽ പുള്ളി ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ നമ്മളും എക്സൈറ്റഡ് ആയിരുന്നു. കാരണം വികൃതി പോലുള്ള നല്ല നല്ല സിനിമകൾ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാനും നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഈ സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ ക്യാരക്ടറിന് ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ, സിനിമ ഭയങ്കര വിഷ്വലി നമുക്ക് ഭയങ്കര കാണാൻ ഇഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ ഈ കാടിൻ്റെ ഒക്കെ ശരിക്കും പറഞ്ഞാൽ കാട് എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് ഈ സിനിമയിലുണ്ട്. നമുക്ക് ആ ഒരു വിഷ്വലി എഫക്റ്റ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരുപാട് ഇമോഷൻസ് ഇതിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഫ്രണ്ട്ഷിപ്പിൽ തന്നെ കുറേ ഇമോഷൻസ് ഉണ്ട്. എല്ലാം വളരെ നല്ല രീതിയിലും അതേപോലെ തന്നെ അതിനുള്ളിലുള്ള ഹാർഡായിട്ടുള്ള കോറായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇതിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ എൻ്റെ ക്യാരക്ടറിന് താന്തോന്നിയായ ഒരു അച്ഛൻ്റെ ഒരു താന്തോന്നിയായ മോൻ. അങ്ങനെയൊന്നല്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.